ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ളൂ സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ. അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. കാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നേ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞു. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ട് അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ അല്ല കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങൾ കമന്റ് അടിച്ചോണം. അശ്ലി ഒന്നും പറയരുത് കേട്ടോ. ഞാൻ വന്ന് വഴക്കുറമ്പോ പേടിച്ചു പോണോ കേട്ടോ. നോക്കുവേ. അല്ല സംസാരിക്കുന്നേ. നമുക്കൊന്ന് സംസാരിച്ചിട്ടൊക്കെ പോവാന്ന്. പെമ്പിളിനെ റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല. മാറിക്കണം. എന്താ തണുപ്പ് ഐസ് ഫാക്ടറി? അത് ആരാ ഇവിടുത്തെ മാനേജര്? ഇത് അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരാ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? KK സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? K കുര്യൻ, കിഴക്കുംപാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാര കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ചെറ്റ കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം.
നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശിലേ പറ, ഞാൻ കീഴ്ക്കാരൻ്റെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തതിങ്ങനെ? ഞാൻ പോവാ. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിള ഒന്നും ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. സുരേഷ് മേനോന്റെ ആഫീസിൽ ബില്ല് മാറിയോന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ, പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറിനോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ച് തരണം. നോക്കട്ടെ. രോഹിണി ചുമ്മാ അവിടെ ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറിനോട് പറയണം. പറയാം. അത് മതി. നിന്നെ ഞാനിവിടുത്തെ പണിയടച്ച് പിന്നെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ സാധനം നശിപ്പിക്കുന്നു. പോക്കത്തിനെ കാണിക്കുന്നു. ഇറങ്ങി അടിച്ച് പോടാ. എന്താ 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 പോക്കത്തിനെ പോക്കത്തരം കാണിക്കുന്നു. നീ ഇവിടെ വന്ന് പോക്കത്തരം കാണിക്കുവാ. എടാ എടാ പോക്കത്തരം കാണിക്കുന്നു. വട്ടാണ്. എന്തായത്? പോടാ പോടാ. കടയുടെ കടയിലോ ഭ്രാന്ത്. ആ മാഷ് ഒരു ചില്ലി കാശ് തരില്ല. വീട് പട്ടിണിയാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. എങ്ങനെ? ഇവരാരും സുരേഷ് മേനോനെ കണ്ടിട്ടില്ല. ഞാൻ സുരേഷ് മേനോനായിട്ട് അഭിനയിക്കാം. അവരോട് ഞാൻ ഫോറിൻ ടൂറിന് നാളെ പോവുകയാണ്, 4-5 മാസം കഴിഞ്ഞേ വരൂ, അതിനുശേഷം കാശ് തരുന്ന കാര്യവും പാർട്ട്ണറാവുന്ന കാര്യവും ആലോചിക്കാമെന്ന് പറയാം. തൽക്കാലം രക്ഷപ്പെടായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഇതെങ്ങാനും ഓഫീസിൽ അറിഞ്ഞാൽ? ഏയ്, അറിയാൻ വഴിയില്ല. രോഹിണിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ വരുന്ന ഞായറാഴ്ച ഹോട്ടൽ കാസിനോയിൽ വെച്ച് സുരേഷ് മേനോൻ ചെല്ലപ്പമ്പിളയെ കാണുന്നതാണെന്ന് പറഞ്ഞേക്ക്. ശിവസുബ്രഹ്മണിക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അപരിചിതന്റെ അഭ്യർത്ഥനയ്ക്ക്
സാർ എന്ത് വില കൽപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞോളൂ. ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചു. വേണ്ടായിരുന്നു, പക്ഷെ മനഃപൂർവ്വമല്ല. അങ്ങനെ ആയിപ്പോയി. കളിയായിട്ടോ കാര്യമായിട്ടോ എന്നിപ്പോഴും തീർച്ചയില്ല. വെറുതെ ഞാൻ കുറെ കള്ളം പറഞ്ഞു. ആ കുട്ടിയെ ചതിക്കാനോ പറ്റിക്കാനോ ആയിരുന്നില്ല. ആരാ ഈ കുട്ടി? സാറ് വിവാഹം ചെയ്യാൻ പോകുന്ന രോഹിണി. രോഹിണിയോ? അതെ. അതെ. സ്വാമിക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്? എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് വേണ്ടി സാറ് രോഹിണിയോട് ഒന്ന് പറയണം. ഞാൻ പറയുന്ന എല്ലാം സത്യമാണ്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി ഞാൻ ആരെ ഉപദ്രവിക്കും? നാളെ വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു. മേനോൻ സാറിനെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ രോഹിണി കൂടെ ഉത്സാഹിക്കണം. കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ വരട്ടെ. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. വേണ്ട. അല്ല, ഇതെവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളം അല്ലേ കുട്ടി? കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാന്നേ തോന്നു. മണി 5 ആകുന്നതേ ഉള്ളൂ. ഒക്കെ കൂട്ടിരിക്കാം. അവിടെ പോലെ എന്താണിത്? കൊട്ടാരോ? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പി ചെയ്യണ്ട. കാല് രാത്രി സംസ്കാരമില്ല. വണ്ടി അങ്ങോട്ട് മാറ്റിട്ടേക്ക്. എത്തിയല്ലോ. ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ചാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ. ഇയാളാ? ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് വിട്ടല്ലേ ക്ലാർക്കന്മാര് നടക്കുന്നത്. ശങ്കര, നീ കണ്ടില്ലേ സുരേഷ് മേനോൻ? ഇതല്ലോ അയാള്. അയാളെന്നെ ഇയാള്. പിന്നെന്താ? ഇയാള് വാലേ ബുക്കിയാൻ വലവല നട. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല. ഇയാൾ ആര്? ഇയാള് സുരേഷ് മേനോൻ എന്റെ ഓഫീസിലോട് തല്ലിപ്പിളി ക്ലർക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പണ്ടായി വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. 100 രൂപ. 100 രൂപ എടുക്ക. കൈയോടെ രണ്ട് കൈ ഇങ്ങോട്ട് വെക്ക്. കൈ വെച്ചു. അടിച്ചു. നിക്കട്ടെ. അല്ല, അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. തമാശക്കല്ലേ? താഴെ വാ തുറന്നു.
പിന്നൊരു കാര്യം, എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ടുപോയി ഉടച്ച് വിളമ്പരുത്. ആ, നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? ദേ, അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറയ്ക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേഗം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രടം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാൻ എന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. $50,000 ചോദിച്ചത്. ദാ ഇരട്ടിയുണ്ട്. അതോ 1,00,000? ഞാൻ പാർട്ണറായിരിക്കുന്നു. നാളെ കാലത്തെ മാറിക്കൊള്ളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. ശല്യപ്പെടുത്തുന്നില്ല. വരട്ടെ. മതിടാ, ഇറങ്ങാം. ചെക്ക് നോട്ടെ. പട്ടി എന്റെ കാശാ, എന്റെ കാശാ. ഇവിടെ തരാം. അങ്ങനെ നിങ്ങളെ